മോളെ പാറു എന്ന വിളിയിലൂടെ ഇനി ഒരിക്കലും ഉണ്ടാകില്ലെന്ന് കരുതിയ രണ്ടുപേരുടെ കൂടിച്ചേരലിലാണ് കൊല്ലം പത്തനാപുരത്തെ ഗാന്ധിഭവൻ വേദിയായത്. അമ്മ മരിച്ച് ആരും നോക്കാനില്ലാതെ ഗാന്ധിഭവനിലെത്തിയ മകൾക്ക് തിരികെ കിട്ടിയത് വർഷങ്ങൾക്ക് മുൻപ് നഷ്ടപ്പെട്ടു പോയ സ്വന്തം അച്ഛനെ. കടയ്ക്കൽ സ്വദേശികളായ സജീവും സങ്കീർത്തനയുമാണ് വീണ്ടും കണ്ടുമുട്ടിയത്. അച്ഛന്റെയും മകളുടെയും വിശേഷങ്ങൾ പറയും ലിജോ റോളൻസ്. ഈ പാക്കേജോടെ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം. അപൂർവമായൊരു കൂടിച്ചേരലിന് വേദിയായിരിക്കുകയാണ് കൊല്ലം പത്തനാപുരം ഗാന്ധിഭവൻ. 5 വർഷങ്ങൾക്ക് ശേഷം ഒരു അച്ഛനും മകളും കണ്ടുമുട്ടിയത് ഗാന്ധിഭവനിൽ വെച്ചായിരുന്നു. അപ്പോൾ അവർ അതും വളരെ യാദൃശ്ചികമായിട്ടായിരുന്നു കണ്ടുമുട്ടൽ. രണ്ടുപേരും ഇവിടെ ഉണ്ട് എന്നുള്ള വിവരം പോലും കൃത്യമായി പരസ്പരം അറിയില്ലായിരുന്നു. ഇതാണ് അവർ രണ്ടുപേരും, സങ്കീർത്തനയും അച്ഛൻ സജീവും. അപ്പോൾ രണ്ടുപേരും സന്തോഷത്തോടെ, എന്താ വർഷങ്ങൾക്ക് ശേഷം മോളെ കണ്ട് മോള് കൂടെ നിൽക്കുകയാണ്, എന്താണ് ഇപ്പോൾ തോന്നുന്നത്? സന്തോഷം. കണ്ട ഉടനെ തിരിച്ചറിഞ്ഞോ? തിരിച്ചറിഞ്ഞു. എങ്ങനെയായിരുന്നു? അച്ഛൻ്റെ ഒരു വിളി ഉണ്ടായിരിക്കുമല്ലോ, വർഷങ്ങൾക്ക് ശേഷം ഒരു വിളി കേട്ട്. എന്തായിരുന്നു അച്ഛൻ അന്ന് വിളിച്ചിട്ട്? എങ്ങനെയായിരുന്നു? ഞാൻ തിരിഞ്ഞിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് അച്ഛൻ വന്നിട്ട് മോളെ പാറു എന്നിങ്ങനെ വിളിച്ചു. അപ്പോഴാണ് ഞാൻ മുഖത്ത് നോക്കിയപ്പോൾ ഇങ്ങനെ അച്ഛൻ. അപ്പോഴാണ് ഞാൻ അറിഞ്ഞു, അയ്യോ അച്ഛനല്ലേ ഇത്. എനിക്ക് ഫസ്റ്റ് മനസ്സിലായിരുന്നില്ല. പിന്നീടാണ് എനിക്ക് മനസ്സിലായി ഇവിടെ വീട്ടിൽ വിളിക്കുന്ന പേരൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ അച്ഛനാ. അപ്പോൾ പെട്ടെന്ന് ഞാനങ്ങനെ ഞെട്ടിപ്പോയി, ഭയങ്കരമായിട്ട് സന്തോഷമായി. എനിക്ക് തോന്നുന്നു 2021 തോന്നുന്നു നിങ്ങൾ അവസാനമായിട്ട് കണ്ടത്. അതിന് ശേഷം ഒരു കൂടിച്ചേരൽ ഇങ്ങനെയെങ്കിലും മോള് പ്രതീക്ഷിച്ചു? ഒരിക്കലും ഇല്ല. ഞാൻ വിചാരിച്ചു ഇല്ല, അച്ഛനെ ഇനി കാണാൻ പറ്റില്ല, ഞാൻ ഒറ്റയ്ക്കാവുമെന്ന് വിചാരിച്ചു. പക്ഷേ ഗാന്ധിഭവൻ ഇടയാക്കി എന്ന് വേണം പറയാൻ. ഞാൻ അന്ന് പ്രസംഗിച്ചപ്പോഴൊക്കെ അച്ഛൻ ഇരുന്ന് കരയുമായിരുന്നു. ഭയങ്കര സന്തോഷം കണ്ടുള്ള കരച്ചിലെന്നാ പറഞ്ഞത്. മോക്ക് ഇങ്ങനെ അവാർഡ് സമ്മാനമൊക്കെ കരയുന്നത് എന്തിനാ? മക്കൾക്ക് ഈ എല്ലാ മറ്റു കാര്യങ്ങളെല്ലാം തരണം ചെയ്ത് പഠിത്തത്തിൻ്റെ മേഖല കീഴടക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു വേദന പ്രതീക്ഷിച്ചല്ല. മക്കളുടെ സാഹചര്യം കൊണ്ട് അത്ര സങ്കടമാണ് തോന്നിയത്. ഇതിന് അതായത് ഇവിടെ ഗാന്ധിഭവനിൽ ഇവരുടെ ഒരു കൂടിച്ചേരലിന് വേദിയായി. അപ്പോൾ ഇവരുടെ എല്ലാം അമ്മയാണ് പ്രസന്ന അമ്മ എന്ന് പറയുന്നത്. മോളതാ പറഞ്ഞത് അമ്മയെന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞത്. ഇവരുടെ ഒരു കൂടിച്ചേരൽ നമുക്ക് തന്നെ വല്ലാത്തൊരു അനുഭവമായിരിക്കില്ലേ? അനുഭവമാണ് ഇത്. ഇപ്പം അവള് 4 വർഷമായി വന്നിട്ട് ആരും ഇല്ലെന്നും പറഞ്ഞ് വന്ന ആ അച്ഛനെ ഇവിടെ വെച്ച് കണ്ട് അച്ഛൻ വന്ന് അവളെ പിടിച്ചപ്പോൾ ഉണ്ടായ സന്തോഷം ഓടി വന്ന് പറഞ്ഞ് അമ്മച്ചി എൻ്റെ അച്ഛനും ഇവിടെ ഉണ്ടായിരുന്നു. മോളെന്താ അപ്പോൾ അച്ഛനെ കണ്ടു വിശേഷങ്ങളൊക്കെ പറഞ്ഞ്, എന്താണ് ഇനിയുള്ള പ്ലാൻ? വലിയ പ്ലാനൊക്കെ ആണെന്ന് എനിക്കറിയാം. ഇനി പഠിക്കണം, പഠിച്ച് നല്ലൊരു LLBക്ക് അഡ്മിഷൻ എടുത്തു. അപ്പോൾ നല്ലൊരു ജഡ്ജാകണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഗാന്ധിഭവൻ കൂടെ ഉണ്ട്, ഞാൻ പരിശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ എൻ്റെ ആഗ്രഹം, അച്ചാച്ചൻ്റെ ആഗ്രഹം നിറവേറ്റണം. പിന്നെ അച്ഛനെ നോക്കണം. ഇത്രയും കുടുംബാംഗങ്ങൾ, ഞാൻ ഒറ്റയ്ക്കല്ല എന്നിവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. ഒറ്റയ്ക്കല്ല, ഇത്രയും പേരുണ്ട് എന്നെ കരുതാനായാലും നോക്കാനായാലും, അമ്മച്ചിയായാലും അച്ചാച്ചനായാലും ഇവിടെയുള്ള എല്ലാവരും ഒന്ന് മുഖം വാടിയിരുന്നാ ചോദിക്കും, എന്ത് പറ്റിയെന്ന് ചോദിക്കും. നമ്മുടെ വീട്ടിൽ പോലും അങ്ങനെയൊന്നും ഇല്ലായിരിക്കും. പക്ഷേ ഇവിടെ എല്ലാവരും നമ്മളെ കരുതുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു സന്തോഷം ശരിക്കും ഭാഗ്യവതിയാണ്. അപ്പോൾ സന്തോഷത്തോടെ അച്ഛനും ഈ വലിയ കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയട്ടെ എന്ന് മാത്രമേ ഞങ്ങൾക്കും പറയാനുള്ളൂ. ഗാന്ധിഭവനിൽ നിന്നും ക്യാമറ പേഴ്സൺ രതീഷ് മാടമ്പിശേലിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.